بسم الله الرحمن الرحيم وأن المساجد لله فلا تدعوا مع الله أحدا وأنه لما قام عبد الله يدعوه كادوا يكونون عليه لبدا قل إنما أدعو ربي ولا أشرك به أحدا قل إني لا أملك لكم ضرا ولا رشدا قل إني لن يجيرني من الله أحد ولن أجد من دونه ملتحدا. بسم الله الرحمن الرحيم. الحمد لله وكفى والصلاة والسلام على من اصطفى وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين واقتفى. ثم أما بعد، قال تعالى في كتابه: وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ കൂടിയിരുത്തം സാലിഹായ അമലായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ് നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് വേദഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുള്ളതും പ്രവാചകന്മാരെ നിയോഗിച്ചതും തൗഹീദ് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. തൗഹീദിൽ വീഴ്ചകൾ വരുമ്പോൾ, മനുഷ്യർക്കിടയിൽ ശിർക്ക് വ്യാപകമാകുമ്പോൾ അല്ലാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അങ്ങനെ ശിർക്ക് നീക്കം ചെയ്യുവാൻ വേണ്ടി, തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടി ആദ്യം അല്ലാഹു നിയോഗിച്ച പ്രവാചകനാകുന്നു നൂഹ് അലൈഹിസ്സലാം. നൂഹ് അലൈഹിസ്സലാം ആകുന്നു ആദ്യത്തെ റസൂൽ. മലയാളത്തിൽ റസൂലിന് ദൂതൻ എന്ന് പറയാറുണ്ട്, നബിക്ക് പ്രവാചകൻ എന്നും പറയാറുണ്ട്. ഈ വിഷയം നമ്മൾ പഠിക്കുമ്പോൾ റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസം നാം ആദ്യം മനസ്സിലാക്കണം. അതായത് പ്രവാചകന്മാരും ദൂതന്മാരും തമ്മിലുള്ള വ്യത്യാസം. നൂഹ് അലൈഹിസ്സലാം പ്രവാചകനുമാണ്, ദൂതനുമാണ്, അഥവാ നബിയുമാണ്, റസൂലുമാണ്. എന്നാൽ എല്ലാ പ്രവാചകന്മാരും, എല്ലാ അമ്പിയാക്കളും മുർസലീങ്ങളല്ല, അള്ളാഹുവിൻ്റെ റസൂലുകളിൽ പെട്ടവരല്ല. ആദം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ നബിയാണ്, എന്നാൽ റസൂലല്ല. എന്താണ് പ്രവാചകനും അഥവാ നബിയും റസൂലും തമ്മിലുള്ള വ്യത്യാസം? നബി എന്ന് പറയുന്നത് അല്പം വിശാലതയുള്ള, അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ റസൂലും നബിയാണ്, എല്ലാ നബിയും റസൂലല്ല എന്ന് പറയാനുള്ള കാരണം, സത്യനിഷേധികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു തൗഹീദ് പഠിപ്പിക്കുവാൻ വേണ്ടി,
ബഹുദൈവ വിശ്വാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരാകുന്നു മുർസലീങ്ങൾ. റസൂല് ആകണമെങ്കിൽ കുഫാറുകളിലേക്ക് നിയോഗിക്കപ്പെടുകയും അങ്ങനെ ആ കുഫാറുകൾ, ആ സത്യനിഷേധികളായ ജനത ആ പ്രവാചകനെ കളവാക്കുകയും ചെയ്യുക. എന്നാൽ ആദം നബി അലൈഹിസ്സലാം പ്രവാചകനാണ്, വഹി നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആദം നബി അലൈഹിസ്സലാം കുഫാറുകളായ സത്യനിഷേധികളായ ജനതയിലേക്കല്ല നിയോഗിക്കപ്പെട്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ആദം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാമും തമ്മിൽ 10 നൂറ്റാണ്ടുകളുണ്ടായിരുന്നു. കുല്ലുഹും അലൽ ഇസ്ലാം, അവരെല്ലാവരും ഇസ്ലാമിലായിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നു, മുവഹിദുകളായിരുന്നു. ഈ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് ശിർക്ക് സംഭവിക്കുന്നത്. ആ ശിർക്ക് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു നമ്മുടെ ഇന്നത്തെ വിഷയം, പ്രാർത്ഥന. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അവർ മഹാത്മാക്കളെ വിളിച്ചുകൊണ്ട്, മഹാന്മാരെ വിളിച്ചുകൊണ്ട് അവരുടെ പ്രതിമകൾ ഉണ്ടാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കാനും ആരാധിക്കാനും തുടങ്ങി. അങ്ങനെയാണ് ഈ ഭൂലോകത്ത് ആദ്യമായി ശിർക്ക് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മഹ്ശറയിൽ വെച്ച് ജനങ്ങൾ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വരുമ്പോൾ അവർ പറയുന്നു, യാ നൂഹ് ഇന്നക അൻത അവ്വലുർ റസൂലി ഇലാ അഹ്ലിൽ അർദ്, ഭൂമിയിലേക്ക് നിയുക്തനായ ആദ്യത്തെ റസൂലാകുന്നു താങ്കൾ. സത്യനിഷേധികളായ ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം ശിർക്ക് നീക്കം ചെയ്യുവാനും തൗഹീദ് സ്ഥാപിക്കുവാനും വേണ്ടി നിയോഗിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ആദ്യത്തെ റസൂൽ എന്ന സവിശേഷത നൂഹ് നബി അലൈഹിസ്സലാമിൻ്റേതാണ്. പറഞ്ഞു വരുന്നത്, പ്രാർത്ഥനയുടെ ചരിത്രം, പ്രാധാന്യം നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാരുടെ ചരിത്രമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓരോ പ്രവാചകനും നിയോഗിക്കപ്പെട്ടത് ശിർക്കിനെതിരായിട്ട് പോരാടുവാനും ജനങ്ങൾക്ക് തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സാധാരണ പറയാറുണ്ട്, പ്രബോധകന്മാർ, ദാഇമാർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് തൗഹീദിൻ്റെ വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, ഇന്നക തഖ്ദുമു അലാ ഖൗമിൻ അഹ്ലി കിതാബ് ഫൽയകുൻ അവ്വല മാ തദ്ഊഹും ഇലൈഹി ഇലാ അൻ യുവഹിദുല്ലാഹ്, താങ്കൾ വേദക്കാരായ ഒരു വിഭാഗക്കാരിലേക്കാണ് താങ്കൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ താങ്കൾ ആദ്യമായി അവർ ക്ഷണിക്കേണ്ടത് ഇലാ അൻ യുവഹിദുല്ലാഹ്, അള്ളാഹുവിനെ ഏകനാക്കുന്ന വിഷയത്തിലേക്കാണ് ആദ്യം താങ്കൾ അവരെ ക്ഷണിക്കേണ്ടത്. ഖേദകരെന്ന് പറയട്ടെ, പ്രവാചകന്മാർ സ്ഥാപിച്ച ഈ തൗഹീദ്, അള്ളാഹുവിനോട് മാത്രമാകുന്നു ആരാധന, അള്ളാഹുവിനോട് മാത്രമാകുന്നു പ്രാർത്ഥന നടത്തേണ്ടത് എന്ന ഈ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസത്തിന് വിരുദ്ധമായി നമ്മുടെ നാട്ടിൽ, അതുപോലെ തന്നെ ലോകത്ത് പല നാടുകളിലും ഈ തൗഹീദിന് വിരുദ്ധമായി പല പ്രവൃത്തികളും വിശ്വാസങ്ങളും പുലർത്തിപ്പോകുന്നുണ്ട്. അത് വലിയ സങ്കടം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്മാരുടെ ഇതേ ദൗത്യം തൗഹീദ് മുവഹിദുകളായ ദാഇമാർ നടത്തേണ്ടതുണ്ട്. അവരുടെ ഉത്തരവാദിത്തമാകുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ആ മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മളും ഈ മദീനത്ത് വച്ച് ഈ പുണ്യഭൂമിയിൽ ഈ ദഅവത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു പദമാണ്, പ്രയോഗമാണ് പ്രാർത്ഥന എന്നത്. എന്താകുന്നു പ്രാർത്ഥന? പല നിർവചനങ്ങളും പണ്ഡിതന്മാർ പ്രാർത്ഥനയ്ക്ക് നൽകിയിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ട ഒരു നിർവചനമാകുന്നു ഇമാം ഖത്താബി റഹ്മഹുല്ലാ. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന് ഒരു ഗ്രന്ഥമുണ്ട് ഷഅ്നു ദുആ, പ്രാർത്ഥനയുടെ പദവി സ്ഥാനം എന്ന തലക്കെട്ടിൽ എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നു, വമഅന ദുആഇ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു അസ്സ വജല്ല അൽ ഇനായ واستمداده إياه المعونة وحقيقته إظهار الافتقار إليه والتبرؤ من الحول والقوة. അല്ലാഹുവിനോട് സഹായം ചോദിക്കുക, അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യം വെളിപ്പെടുത്തുക. മനുഷ്യൻ അശക്തനാണ്, യാതൊരു കഴിവും യാതൊരു ശേഷിയും അള്ളാഹു നൽകാതെ ഒരു മനുഷ്യന് ഇല്ല എന്ന് പ്രഖ്യാപിക്കുക. ഇതാകുന്നു പ്രാർത്ഥനയുടെ നിർവചനം. പല നിർവചനങ്ങളും പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ കഴിവുകളിൽ നിന്നും നമ്മൾ മുക്തരായിക്കൊണ്ട് എല്ലാ നിലക്കുള്ള സഹായവും അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു അള്ളാഹുവിൻ്റെ സവിശേഷത സൃഷ്ടികൾക്ക് വകവെച്ച് കൊടുത്തുകൊണ്ട് അവരോട് ചോദിച്ചാൽ ആ ചോദ്യം അവരോടുള്ള പ്രാർത്ഥനയായി. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെ സംബന്ധിച്ച് എപ്പോഴാണ് ഒരു പ്രാർത്ഥനയാകുക എന്നത് ഇമാം റാസി റഹ്മഹുല്ലാ വിശദീകരിക്കുന്നു തഫ്സീറിൽ. അദ്ദേഹം പറയുന്നു, അന്ന ദാഇയ ലാ യുഖ്ദിമു അല ദുആഇ ഇല്ലാ ഇദാ അറഫ മിൻ നഫ്സിഹി കൗനഹു മുഹ്താജൻ ഇലാ ദാലിക അൽ മത്ലൂബ് വകൗനഹു ആജിസൻ അൻ തഹ്സീലിഹി വഅറഫ മിൻ റബ്ബിഹി വഇലാഹിഹി അന്നഹു യസ്മഉ ദുആഅഹു. അദ്ദേഹം പറയുന്നു, ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ എപ്പോഴാണ് പ്രാർത്ഥിക്കാൻ അദ്ദേഹം മുതിരുന്നത്? ഇല്ലാ ഇദാ അറഫ മിൻ നഫ്സിഹി കൗനഹു മുഹ്താജൻ ഇലാ ദാലിക അൽ മത്ലൂബ്. ഏത് വിഷയത്തിന് വേണ്ടിയാണോ അയാൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, ആ വിഷയം, ആ കാര്യം അയാൾക്ക് ആവശ്യമുണ്ട് എന്ന് ആദ്യം അയാൾക്ക് അറിയണം. മാത്രമല്ല, ആ കാര്യം സാധിച്ചെടുക്കുവാൻ വേണ്ടി അയാൾക്ക് കഴിവില്ല, അയാൾ അശക്തനാണ്. ആ കഴിവ് അയാൾക്ക് നൽകുന്നവൻ, കൊടുക്കുന്നവൻ അല്ലാഹു മാത്രമാകുന്നു. അന്നഹു യസ്മഉ ദുആഅഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിളി കേൾക്കുന്നു. വയഅലമു ഹാജതഹു, അവൻ്റെ ആവശ്യം അല്ലാഹു അറിയുന്നു. വഹുവ ഖാദിറുൻ അലാ ദഫ്ഇ തിൽക്കൽ ഹാജ വഹുവ റഹീമുൻ തഖ്തദി റഹ്മതുഹു ഇസാലത തിൽക്കൽ ഹാജ. അവനിൽ നിന്ന് നീക്കം ചെയ്യേണ്ട, മാറ്റേണ്ട ഏതൊരു കാര്യമാണോ അതിനെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നു. അവൻ കാരുണ്യവാനാകുന്നു. അവൻ്റെ റഹ്മത്ത് കൊണ്ട് ആ കാര്യം, അവൻ ഉദ്ദേശിച്ച കാര്യം അവനിൽ നിന്ന് നീക്കം ചെയ്യുന്നു. പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, അവൻ്റെ കാര്യത്തെ സംബന്ധിച്ച് അല്ലാഹു നല്ലവണ്ണം അറിയുന്നുണ്ട് എന്നൊരു ബോധം ഏതൊരു പ്രാർത്ഥിക്കുമ്പോഴും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിൽ വരുന്ന സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസം മനുഷ്യരോട് ചോദിക്കുമ്പോൾ ഈ വിശ്വാസം നമ്മുടെ മനസ്സിൽ വന്നാൽ അതിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലായി. പ്രവാചകന്മാരും മഹാന്മാരും നമ്മുടെ വിളി കേൾക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിലുള്ള ആവശ്യങ്ങൾ
ആഗ്രഹങ്ങൾ അവർ അറിയുന്നുണ്ട്. എന്ത് ചോദിച്ചാലും അവർ ഉത്തരം ചെയ്യും, എവിടുന്ന് വിളിച്ചാലും അവർ കേൾക്കും എന്നൊരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരെ വിളിക്കുകയാണെങ്കിൽ, പ്രവാചകന്മാരെ വിളിക്കുകയാണെങ്കിൽ അത് ശിർക്കായി മാറി. ഖേദകരം. ഈ വിശ്വാസമാണ്, ഈ നിലക്കുള്ള പ്രാർത്ഥനയാണ് പല നാടുകളിലും മഹാന്മാരോടും പ്രവാചകന്മാരോടും നടത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുരുക്കത്തിൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അഫ്ദലുൽ ഇബാദത്തി അദ്ദുആ, ഏറ്റവും നല്ല ആരാധന, ഇബാദത്ത് പ്രാർത്ഥനയാകുന്നു. അഫ്ദലുൽ ഇബാദത്തി ഹുവ അദ്ദുആ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എന്നിട്ട് അദ്ദേഹം നാം ആദ്യം തന്നെ ഓതി വെച്ച ആയത്താണ് പാരായണം ചെയ്തത്. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അതുപോലെ തന്നെ വേറൊരു റിവായത്തിൽ അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാകുന്നു ഇബാദത്ത്. മാത്രമല്ല അല്ലാഹു ഖുർആനിൽ പറഞ്ഞല്ലോ, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്നെ വിളിച്ച് പ്രാർത്ഥിക്കുക, അസ്തജിബ് ലക്കും, നിങ്ങളുടെ വിളിക്ക് ഞാൻ ഉത്തരം നൽകും. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ വല്ലവനും അഹന്തത കാണിച്ചാൽ അവർ നരകത്തിൽ നിന്ദിരായിക്കൊണ്ട് പ്രവേശിക്കും. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഇബാദത്ത് എന്ന പ്രയോഗമാണ് ഇവിടെ ഖുർആനിൽ വന്നത്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ആരാധനയാകുന്നു, ഇബാദത്താകുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്. അതാണ് ഒരു മുവഹിദായ ഒരു മനുഷ്യൻ്റെ വിശ്വാസം. എന്നാൽ അതിനെതിരായിട്ട് പല കർമ്മങ്ങളും പ്രയോഗങ്ങളും ചരിത്രത്തിലുടനീളം സംഭവിച്ചിട്ടുണ്ട്. ചില ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ സന്ദർഭത്തിൽ ഉദ്ധരിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രത്യേകതകൾ, അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ, അവയിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിൽ ശിർക്കുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാവി കാര്യങ്ങൾ അറിയും. നബിക്ക് നാളെ സംഭവിക്കുന്ന കാര്യം അറിയും എന്ന് പറയുന്നവൻ കളവ് പറഞ്ഞു എന്നാണ് ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നത്. മൻ ഹദ്ദസക അന്ന മുഹമ്മദൻ യഅലമു മാ ഫീ ഗദിൻ ഫഖദ് കദബ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നാളെ സംഭവിക്കാൻ പോകുന്ന കാര്യം അറിയാം എന്ന് വല്ലവനും താങ്കളോട് പറഞ്ഞാൽ അവൻ കളവ് പറഞ്ഞു. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ വ്യാപകമായി അദ്ദേഹത്തിൻ്റെ പേരിൽ പറയാറുള്ള ചില ശിർക്കിയായ വാക്കുകൾ, വചനങ്ങൾ അദ്ദേഹം പറഞ്ഞതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥകളും വാക്കുകളും വചനങ്ങളുമാണ്. അവയിൽ പെട്ടതാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് അള്ളാഹുവിൻ്റെ ഒരു സവിശേഷതയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. ഒരു കാര്യത്തോട് കുൻ എന്ന് പറഞ്ഞാൽ ഫയക്കൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അത് അള്ളാഹുവിൻ്റെ ഏതൊരു മുസ്ലിമിനും അറിയാം, അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. അത് അള്ളാഹുവിൻ്റെ മഹാന്മാരായ അഖ്താബുകളായ ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ആ കഴിവ്.
എന്ന വിശ്വാസമാണ് നമ്മൾ നാട്ടിൽ മാത്രമല്ല പല സൂഫിയാക്കൾക്കുമുള്ള വിശ്വാസമാണ്. ഉദാഹരണമായിട്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ പേരിൽ ധാരാളം കള്ളക്കഥകളും കള്ള കവിതകളും നിർമ്മിച്ചുണ്ടാക്കിയ ഒരു പുസ്തകമാണ് അൽ ഫുയൂദാത്തുർ റബ്ബാനിയ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ. അതിൻ്റെ ചട്ടയുടെ കോപ്പിയാണിത്. പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഖുറാഫാത്ത് പ്രചരിപ്പിക്കുന്ന വിഭാഗക്കാരും ഈ ഗ്രന്ഥം ഉപയോഗിക്കാറുണ്ട്, അംഗീകരിക്കാറുണ്ട്. ഇതിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി, നമ്മുടെ നാട്ടിൽ മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ പണ്ഡിതൻ്റെ പേരിൽ ധാരാളം കളവുകൾ ക്രോഡീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. അതിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പറയുകയാണത്രേ, അദ്ദേഹം പറഞ്ഞിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞുണ്ടാക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ദരീഹി ബൈത്തുല്ലാഹി മൻ ജാഅ സാറഹു യുഹർവിലു ലഹു യഹ്വാ ബിഇസ്സിൻ വരിഫഅതി. എൻ്റെ ഖബർ എന്ന് വെച്ചാൽ അത് അള്ളാഹുവിൻ്റെ ഭവനമാകുന്നു, ബൈത്തുള്ളാണ്. മൻ ജാഅ സാറഹു യുഹർവിലു ലഹു യഹ്വാ ബിഇസ്സിൻ വരിഫഅതി. വേഗത്തിൽ എൻ്റെ ഖബർ സിയാറത്ത് ചെയ്യുന്നവൻ അവന് ഇസ്സത്തും റിഫഅത്തും ഉണ്ടാകും, ഈ ദുനിയാവിൽ അഭിമാനവും ഉയർച്ചയും അള്ളാഹു അവൻ നൽകും എന്ന് മുഹിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു അത്രേ. വഅംരി അംറുല്ലാഹി ഇൻ ഖുൽതു കുൻ ഫയകുൻ യകുൻ വകുല്ലുൻ ബിഅംരില്ലാഹി ഫഹ്കും ബിഖുദ്റതി. അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ് എൻ്റെ കൽപ്പനയും. കുൻ ഫയകൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും, എല്ലാം അള്ളാഹുവിൻ്റെ കൽപ്പനയാകുന്നു. വആയന്തു, എന്നിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് എൻ്റെ കൂട്ടത്തിൽ. വആയന്തു ഇസ്രാഫീല വല്ലൗഹ വൽറിദ വശാഹത്തു അൻവാറൽ ജലാലി ബിനദ്റതി. ഇസ്രാഫീൽ ഞാൻ കണ്ടു, ലൗഹുൽ മഹ്ഫൂദ് കണ്ടു, മഹാത്മ്യത്തിൻ്റെ വെളിച്ചം, പ്രകാശം, ചൈതന്യം ഞാൻ കണ്ടു. വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹ കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്ദതി. അദ്ദേഹം കണ്ട ഈ പ്രപഞ്ചത്തിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. ആകാശങ്ങളുടെ മുകളിലുള്ള കാര്യങ്ങളും ഞാൻ കണ്ടു. കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്ദതി. അതായത് അള്ളാഹുവിൻ്റെ അർശുണ്ടല്ലോ, സിംഹാസനം, അതും കുർസിയും എൻ്റെ ഈ കൈപ്പിടുത്തത്തിലാണെന്ന്. ഇതാര് പറഞ്ഞു? മുഹിദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ കളവ് പറഞ്ഞതാണ്. വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ വഅഖ്താബുഹാ മിൻ തഹ്തി ഹുക്മി വതാഅതി. അള്ളാഹുവിൻ്റെ എല്ലാ നാടുകളും യഥാർത്ഥത്തിൽ എൻ്റെ അധികാരത്തിൽപ്പെട്ടതാണെന്ന്, എൻ്റെ അധീനത്തിൽപ്പെട്ടതാണ്. വഅഖ്താബുഹാ മിൻ തഹ്തി ഹുക്മി വതാഅതി. മറ്റുള്ള എല്ലാ അഖ്താബുകളും എല്ലാ ഔലിയാക്കളും എൻ്റെ കീഴിലും എൻ്റെ ആധിപത്യത്തിലുമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന് ഇത് വായിക്കാൻ തന്നെ പേടിയാണ്. ഇങ്ങനെയുള്ള ശിർക്കിയായ വിശ്വാസങ്ങളാണ് ഇത് ദിക്റുകളും ഔറാദുകളുമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതും. അത് വായിച്ചാൽ ഇത്ര കൂലിയുണ്ട്, ഈ മൗലിദ് ചൊല്ലിയാൽ ഇത്ര പ്രതിഫലമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ സൃഷ്ടികൾക്ക്, മഹാന്മാർക്ക് നൽകിക്കൊണ്ടുള്ള പ്രാർത്ഥന. എന്നിട്ട് ധാരാളം കുറേ വായിക്കാനുണ്ട്. ചില പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വായിക്കുന്നത്. എത്രമാത്രം ഗൗരവമേറിയ, എന്തുകൊണ്ടാണ് നമ്മൾ ഇതുപോലെയുള്ള ക്യാമ്പയിനുകൾ പലപ്പോഴും നിരന്തരമായി നടത്താറുള്ളത്? കാരണം തൗഹീദിന് വീഴ്ചകൾ വരുമ്പോൾ ആ വീഴ്ചകൾ തിരുത്തുവാൻ വേണ്ടിയുള്ള വേദിയാണ് ഇതുപോലെയുള്ള ക്ലാസുകൾ. അതുകൊണ്ട് തന്നെ
ഈ സന്ദർഭവുമായി എല്ലാവരും സഹകരിച്ച് പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കഴിവുകളും ഇത്രയും മഹാത്മ്യമൊക്കെ മൊഹീദ് ഷെയ്ഖിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? അവർ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഒരു ഇല്ലാത്ത വാദങ്ങളാണ്. അദ്ദേഹം പിന്നീട് പറയുന്നത് തവസ്സൽ ബിനാ ഫി കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ ഉഗീസുക ഫിൽ അശ്യാഇ തുർറൻ ബിഹിമ്മതി. അതുകൊണ്ട് ആകാശങ്ങളും ഭൂമിയും ലൗഹുൽ മഹ്ഫൂദും മലായികത്തുകളും എല്ലാം അദ്ദേഹം നേരിട്ട് കണ്ടതാണ്. അതുകൊണ്ട് എന്താണ് അതിൻ്റെ ഉദ്ദേശം? എന്ത് പ്രശ്നം വന്നാലും ഫി കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ തവസ്സൽ ബിനാ ഫി കുല്ലി ഹൗലിൻ വശിദ്ദത്തിൻ ഉഗീസുക ഫിൽ അശ്യാഇ തുർറൻ ബിഹിമ്മതി. എല്ലാ വിഷമഘട്ടങ്ങളിലും പ്രയാസ സന്ദർഭങ്ങളിലും നമ്മോട് തവസ്സുൽ ചെയ്യുവാൻ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും നാം നിന്നെ സഹായിക്കും. അനാലി മുരീദി ഹാഫിദുൻ മാ യഖാഫുഹു വഅഹ്റുസുഹു മിൻ കുല്ലി ശർരിൻ വഫിത്നതി. അദ്ദേഹം പറയാണ്, എൻ്റെ മുരീദായാൽ മതി, ഞാനാകുന്നു ഷെയ്ഖ്, എൻ്റെ മുരീദായാൽ ഹാഫിദുൻ മാ യഖാഫുഹു വഅഹ്റുസുഹു മിൻ കുല്ലി ശർരിൻ വഫിത്നതി. എന്താണോ അയാൾ ഭയപ്പെടുന്നത്, എല്ലാ ഷർറിൽ നിന്നും ഫിത്നത്തിൽ നിന്നും ഞാൻ അദ്ദേഹത്തെ അയാളെ കാത്തുകൊള്ളും. മുരീദി ഇദാ മാ കാന ശർഖൻ വമഗ്രിബൻ ഉഗിസ്ഹു ഇദാ മാ സാറ ഫി അയ്യി ബൽദതി. എൻ്റെ മുരീദ് അയാൾ കിഴക്ക് ഭാഗത്താണെങ്കിലും പടിഞ്ഞാറാണെങ്കിലും ഏത് നാട്ടിലാണെങ്കിലും ഞാൻ അയാളെ സഹായിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എന്താണ് ഈ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് ഇതിൻ്റെ മാർഗം? ഫകുൻ ഖാദിരിയൽ വഖ്തി ലില്ലാഹി മുഖ്ലിസൻ തഈശു സഈദൻ സാദിഖൻ ലിൽ മഹബ്ബതി. അതിനുള്ള മാർഗം ഖാദിരി തരീഖത്ത് സ്വീകരിക്കുക. നമ്മുടെ നാട്ടിൽ അതുപോലെ പല നാടുകളിൽ പല സൂഫി തരീഖത്തുകളുമുണ്ട്. പിഴച്ചു പോയ സൂഫി തരീഖത്തുകൾ, ഖാദിരി തരീഖത്ത്, ഷാദിലി തരീഖത്ത്, റിഫാഇ തരീഖത്ത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അതുകൊണ്ട് ഖാദിരി തരീഖത്ത് സ്വീകരിച്ചുകൊണ്ട് മുരീദായി ജീവിക്കുക. അങ്ങനെ ജീവിച്ചാൽ തഈശു സഈദൻ സാദിഖൻ ലിൽ മഹബ്ബതി, ജീവിതകാലം മുഴുവനും സുഖമായി സഈദായിട്ട് യാതൊരു അപകടങ്ങളും ഇല്ലാതെ താങ്കൾക്ക് ജീവിക്കാം. പ്രിയ സഹോദരന്മാരെ, ഇതാകുന്നു ഈ ഗ്രന്ഥത്തിലുള്ള ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നാം വായിച്ചത്. അപ്പോൾ കുൻ ഫയക്കൂൻ എന്ന് ഔലിയാക്കൾക്ക് അള്ളാഹു നൽകിയ ഒരു സവിശേഷതയാണ് അത്രേ. ഒരു കാര്യം സംഭവിക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവിച്ചിരിക്കും. അപ്പോൾ എന്താണ് ഇതിനൊരു വ്യാഖ്യാനം? തീജാനിയ തരീഖത്തിൻ്റെ മുഅസ്സിസായ സ്ഥാപകനായ ഷെയ്ഖ് തീജാനിയോട് ചോദിക്കപ്പെടുകയാണ്, എന്താണ് ഇപ്പോൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? അപ്പോൾ അദ്ദേഹം പറയുന്നു, അന്നല്ലാഹ മല്ലകഹുമുൽ ഖിലാഫത്തൽ ഉദ്മ വസ്തഖ്ലഫഹും അലാ മംലകതിഹി തഫ്വീദൻ ആമ്മൻ അൻ യഫ്അലു ഫിൽ മംലകതി കുല്ലമാ യുരീദൂൻ. തിജാനിയ തരീഖത്ത് നമ്മുടെ നാട്ടിൽ അറിയപ്പെട്ടിട്ടില്ലെങ്കിലും ലോകത്ത് സൂഫി തരീഖത്തുകളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു തരീഖത്താണ്. പ്രത്യേകിച്ച് ആഫ്രിക്കൻ ഭാഗങ്ങളിലൊക്കെ വ്യാപകമായി ജനങ്ങൾ അവലംബിച്ചു പോരുന്ന ഒരു തരീഖത്താണ് തിജാനിയ തരീഖത്ത്. തിജാനിയ തരീഖത്തിൻ്റെ സ്ഥാപകനായ ഷെയ്ഖ് അഹ്മദ് തിജാനി അദ്ദേഹത്തോട് ചോദിക്കപ്പെടുകയാണ്, എന്താണ് ഇതിൻ്റെ വ്യാഖ്യാനം? അദ്ദേഹം പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മംലക്കത്താകുന്നു, രാജ്യമാകുന്നു ഈ പ്രപഞ്ചം. ഈ രാജ്യത്തിൻ്റെ ഉടമാവകാശം, അതിൻ്റെ ആധിപത്യം, അത് പൂർണ്ണമായും അള്ളാഹു ഔലിയാക്കൾക്ക് നൽകിയിട്ടുണ്ട്. തഫ്വീദൻ ആമ്മൻ അൻ യഫ്അലു ഫിൽ മംലകതി കുല്ലമാ യുരീദൂൻ. ഈ പ്രപഞ്ചത്തിൽ, ഈ രാജ്യത്തിൽ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള, പ്രവർത്തിക്കാനുള്ള അവകാശം അവർ അല്ലാഹു സുബ്ഹാനഹു നൽകിയിട്ടുണ്ട്.
വയുമല്ലികുഹുമുല്ലാഹു കലിമത്ത തക്വീൻ, കുൻ ഫയകൂൻ, തക്വീനിൻ്റെ കലിമത്തും അള്ളാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. മതാ ഖാലൂ ലിശ്ശൈഇ കുൻ കാന മിൻ ഹീനിഹി, എപ്പോഴാണോ അവർ ഒരു കാര്യത്തോട് ആയിത്തീരുക എന്ന് പറയുന്നത് അപ്പോൾ തന്നെ ആ കാര്യം ആയിത്തീരും. ഇത് സൂഫിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യമാകുന്നു. എന്നാൽ പ്രിയ സഹോദരന്മാരെ, നമ്മുടെ ഇസ്ലാമിക വിശ്വാസപ്രകാരം മഹാന്മാരിൽ ഏറ്റവും മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിൽ ഒരിക്കലും എൻ്റെ മരണത്തിന് ശേഷം നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് വരിക, ഏത് വിഷമഘട്ടത്തിലും എന്നോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക എന്നൊരു സംഗതി പഠിപ്പിച്ചിട്ടേ ഇല്ല. മറിച്ച് ഖുർആൻ പറയുന്നു, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ആയത്താണ്, അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. പ്രയാസമുള്ള ഒരു മനുഷ്യൻ അയാൾ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അയാളുടെ പ്രയാസവും ബുദ്ധിമുട്ടും തീർക്കുവാൻ അല്ലാഹു അല്ലാതെ വേറെ ആരുണ്ട്? അല്ലാഹു അല്ലാതെ വേറൊരു ആരാധ്യനുണ്ടോ? നിങ്ങൾ കുറച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീ, ഇമാം ബുഖാരി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, മുഹമ്മദ് ബിൻ ജുബൈർ ബിൻ മുത്ഇം ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിതാവിൽ നിന്ന്, ജുബൈർ ബിൻ മുത്ഇം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അത്തത്ത് നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇംറഅത്തുൻ, നബിൻ്റെ അടുക്കൽ ഒരു സ്ത്രീ വന്നു. ഫകല്ലമത്ഹു ഫി ഷൈഇൻ, ഒരു കാര്യത്തെ സംബന്ധിച്ച് നബിയോട് ആ സ്ത്രീ സംസാരിച്ചു. ഫഅമറഹ അൻ തർജിഅ ഇലൈഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പ്രവാചകനിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞു. ഖാലത്ത് യാ റസൂലല്ലാഹ്, ആ സ്ത്രീ ചോദിക്കുകയാണ്, അറഅയ്ത ഇൻ ജിഅ്തു വലം അജിദ്ക, അല്ലാഹുവിൻ്റെ റസൂലെ താങ്കളിലേക്ക് മടങ്ങി വരാൻ പറഞ്ഞല്ലോ, എന്നാൽ താങ്കളുടെ അടുക്കിലേക്ക് ഞാൻ വരികയും താങ്കളെ കണ്ടിട്ടില്ലെങ്കിൽ, താങ്കളെ കാണുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? കഅന്നഹ തുരീദുൽ മൗത്ത്, ആ സ്ത്രീ ഉദ്ദേശിക്കുന്നത് എന്താണ്? മരണമാണ്. അതായത് താങ്കളുടെ മരണത്തിന് ശേഷം താങ്കൾ പറഞ്ഞു എന്നിലേക്ക് മടങ്ങി വരാൻ, എന്നാൽ താങ്കളുടെ മരണത്തിന് ശേഷം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ തൗഹീദ് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ലം തജിദീനി ഫഅതി അബൂബക്കർ, എന്നെ നീ കണ്ടിട്ടില്ലെങ്കിൽ നീ അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുക്കിലേക്ക്, ജീവിച്ചിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖിൻ്റെ അടുക്കിലേക്ക് നീ പോകുക. പല പണ്ഡിതന്മാരും ഇത് ഹദീസ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിനെ സൂചിപ്പിക്കുന്ന ഹദീസാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ നാട്ടിൽ പല ഖുറാഫികളും പ്രചരിപ്പിക്കുന്ന ആ വിശ്വാസപ്രകാരം നബി എന്താണ് പറയേണ്ടത്? ഞാൻ മരിച്ചാലും എൻ്റെ ഖബറിലേക്ക് വരണം, എൻ്റെ ഖബറിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് എന്നോട് സഹായം ചോദിക്കണം എന്നാണ് അവരുടെ വിശ്വാസപ്രകാരം പറയേണ്ടിയിരുന്നത്. പക്ഷേ ഫഇല്ലം തജിദീനി ഫഅതി അബൂബക്കർ, എന്നെ നീ കണ്ടിട്ടില്ലെങ്കിൽ അബൂബക്കറിൻ്റെ അടുക്കിലേക്ക് നീ പോകുക. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിത കാലഘട്ടത്തിൽ തന്നെ ചില ഗ്രാമീണരായ അറാബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുജ്റത്തിൻ്റെ അഥവാ വീടിൻ്റെ ഉള്ളിലായിരിക്കെ നബിനെ വിളിച്ച്, യാ മുഹമ്മദ് ഉഖ്റുജ് ഇലൈന, മുഹമ്മദെ നീ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞപ്പോൾ അവരെ വിമർശിച്ചുകൊണ്ട് ഖുർആനിൽ ഒരു ആയത്ത് ഇറങ്ങുന്നു, ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്സറുഹും ലാ യഅഖിലൂൻ.
ഹുജറാത്ത് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വീടുകൾ. ഓരോ പത്നിക്കും ഓരോ ഹുജ്റത്താണ്. ഹുജ്റത്തു ആയിഷ, ഹുജ്റത്തു ഹഫ്സ. അങ്ങനെ ഹുജറാത്തിൻ്റെ കെട്ടിടങ്ങളുടെ ഉള്ളിൽ ആയിരിക്കെ താങ്കളെ വിളിക്കുന്നവർ അക്സറുഹും ലാ യഅഖിലൂൻ, അവരിൽ അധിക പേരും ബുദ്ധിയില്ലാത്തവരാകുന്നു. പറഞ്ഞു വരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കാതെ ഹാജറില്ലാതെ വിളിക്കുന്നവർ, അവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നു ലാ യഅഖിലൂൻ, അവർക്ക് ബുദ്ധിയില്ല. അപ്പോൾ ഈ വിഷയം നമ്മൾ ശിർക്കാണെന്ന് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിലേറ്റവും കുറഞ്ഞത് അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചെയ്യുന്ന അദബ് കേട് കൂടിയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇത് അദബ് കേടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൻ്റെ ഉള്ളിൽ ആയിരിക്കെ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണെങ്കിൽ, വീടിൻ്റെ പുറമേ നിന്ന് പുറത്ത് നിന്ന് വിളിക്കുകയാണെങ്കിൽ അത് അദബ് കേടാണ്. എന്നാൽ നബിൻ്റെ മരണത്തിന് ശേഷം പറയുമ്പോൾ അത് എത്രമാത്രം പറയണം. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഹുജ്റത്തു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹുജ്റത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറടക്കിയിട്ടുള്ളത്. അപ്പോൾ ഖുർആനും സുന്നത്തും വായിച്ച് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം പല നാട്ടിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്കിയായ പ്രവർത്തികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ നാട്ടിലും അല്ലാത്ത സ്ഥലങ്ങളിലുമെല്ലാം പല ഖുറാഫാത്തുകളും ശിർക്കിയായ വിശ്വാസങ്ങളും വ്യാപകമായി അതിന് പ്രചാരമുണ്ട്. അതിൻ്റെ ചില ഉദാഹരണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ് നിർത്തിവെക്കുകയാണ്. പ്രവാചകന്മാർക്ക് അതുപോലെ തന്നെ മഹാന്മാർക്ക് അവരാകുന്നു ഈ പ്രപഞ്ചം കൈകാര്യം ചെയ്യുന്നവർ എന്നൊരു വിശ്വാസം വളരെ ഗുരുതരമായ ഒരു അപകടകരമായ ഒരു വിശ്വാസമാണ്. അറബിയിൽ പറഞ്ഞാൽ അത്തസറുഫ് ഫിൽ കൗൻ, ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം അള്ളാഹു ഔലിയാക്കൾക്കും മഹാന്മാർക്കും നൽകിയിട്ടുണ്ട്. സൂഫിയാക്കൾ അറിയപ്പെട്ടൊരു പണ്ഡിതനാണ് അഷെയ്ഖ് അബ്ദുൽ വഹാബ് അശ്ശഅറാനി. അദ്ദേഹത്തിൻ്റെ തബഖാത്തുൽ കുബ്രയിൽ ഒരു സംഭവം ധാരാളം പറയാനുണ്ട്, ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ബാങ്ക് കൊടുക്കാനായി. അദ്ദേഹം ഇബ്രാഹിമുൽ മത്ബൂലി എന്ന ഷെയ്ഖിനെ സംബന്ധിച്ച് ഒരു സംഭവം പറയുന്നു. വക്കാന യഖ്ബിദു അലാ ലഹിയതിഹി, അദ്ദേഹത്തിൻ്റെ താടി അദ്ദേഹം പിടിച്ചുകൊണ്ട് വയഖൂലു പറയും, യാ മാ തുഖാസി മിസ്ർ ബഅദ ഹാദിഹി ലഹിയ അന അമാനുൽ ലഹ, ഈ താടിക്ക് ശേഷം എത്ര കണ്ട് ഇനി ഈജിപ്റ്റ് അനുഭവിക്കേണ്ടി വരും. അതായത് എൻ്റെ മരണത്തിന് ശേഷം മിസ്ർ നശിച്ചു പോകുന്നു. അന അമാനുല്ലഹ, ഞാനാകുന്നു അതിൻ്റെ കാവൽക്കാരൻ. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ആ നാടിൻ്റെ കാവൽക്കാരൻ ഞാനാകുന്നു, എൻ്റെ മരണത്തിന് ശേഷം അവിടെ നാശം സംഭവിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത്. സൂഫിയാക്കൾ അറിയപ്പെട്ട ഒരു ഷെയ്ഖാണ് അലിൽ ഖവാസ്. അയാൾക്ക് എഴുതാനും വായിക്കാനൊന്നും അറിയില്ല, പക്ഷെ വലിയ മഹാനാണത്ര. അദ്ദേഹം പറയുന്നു, ഫലൗലം യഹ്മിലിൽ ഖുത്ബു വജമാഅതുഹുൽ ബലാഅ അനിൽ ആലം ലതലാശൽ ആലമു ഫീ ലഹ്വ. ഖുത്ബ് എന്ന് വെച്ചാൽ ഔലിയാക്കളുടെ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഉന്നതനായ വലിയനാണ് ഖുത്ബ് എന്ന് പറയാം. ആ ഖുത്ബിൻ്റെയും നേതാവിനാണ് ഖുത്ബുൽ അഖ്താബ് എന്ന് പറയാം. ഒരു ഖുത്ബായ ഒരു വലിയ ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്തവും
പ്രയാസങ്ങളും കാര്യങ്ങളുമെല്ലാം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ ലോകം മുഴുവനും ഒരു നിമിഷത്തിൽ നശിച്ചു പോകുമെന്ന്. അപ്പോൾ ഔലിയാക്കൾ, അഖ്താബുകൾ ഈ ലോകത്തിൻ്റെ നിയന്ത്രണം, ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലെങ്കിൽ ഒരു നിമിഷാകം ഈ ലോകം മുഴുവനും നശിച്ചു പോകുമെന്ന് അലിൽ ഖവാസ് അദ്ദേഹത്തിൻ്റെ ദുററുൽ ഖവാസിൽ രേഖപ്പെടുത്തുന്നു. പറഞ്ഞു വരുന്നത്, ഇങ്ങനെ ധാരാളം ശിർക്കിയായ വിശ്വാസങ്ങളാകുന്നു പല സൂഫി ഗ്രന്ഥങ്ങളിലും വിശ്വാസങ്ങളിലും. ഇത് പലപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ അറബിയിലാണ് എഴുതപ്പെടുക. സാധാരണക്കാർക്ക് വായിക്കാൻ അറിയില്ല, വായിച്ചാൽ തന്നെ അവർക്ക് അർത്ഥം അറിയില്ല. നമ്മുടെ നാട്ടിൽ പലപ്പോഴും പാരായണം ചെയ്യപ്പെടാറുള്ള ഏടുകളിലും ദിക്റിൻ്റെ ഗ്രന്ഥങ്ങളിലുമെല്ലാം പല അന്ധവിശ്വാസങ്ങളും പല ശിർക്കുകളും കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും പറയാനുള്ളത്, ഖുർആന് സുന്നത്ത്, ഖുർആനിൽ വന്ന പ്രാർത്ഥന, സുന്നത്തിൽ വന്ന പ്രാർത്ഥന, അതിന് വിരുദ്ധമായ യാതൊന്നും നമുക്ക് അംഗീകരിക്കാനും ആചരിക്കാനും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് യഥാവണ്ണം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി പ്രവർത്തിക്കുവാനും പണിയെടുക്കുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മെയും നമ്മുടെ സന്താനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിൽ നിന്ന് മുക്തരാക്കുമാറാകട്ടെ. യഥാർത്ഥ മുവഹിദുകളായി ജീവിക്കുവാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന സത്യവാക്യം പറഞ്ഞുകൊണ്ട് മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ വറസൂലിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഭംഗിയായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.